നമസ്കാരം. ശത്രുക്കൾ ഇല്ലാത്തവരായി ആരുമില്ല എന്നതാണ് വാസ്തവം. ഒളിഞ്ഞും തെളിഞ്ഞും ശത്രുദോഷം അനുഭവിക്കുന്ന ധാരാളം വ്യക്തികൾ നമുക്കിടയിൽ തന്നെ ഉണ്ടാകും. ദോഷങ്ങളും തടസ്സങ്ങളും അടിക്കടി ഉണ്ടാകുമ്പോൾ ശത്രുബാധാദോഷം സംബന്ധമായ കാര്യങ്ങൾ കൊണ്ടാണോ ഈ ദോഷങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നത് എന്ന് അറിഞ്ഞു വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ജാതകപ്രകാരമോ പ്രശ്നപ്രകാരമോ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയുവാൻ സാധിക്കുന്നതുമാണ്. ജാതകത്തിൽ 6-ാം ഭാവമാണ് ശത്രുദോഷത്തിന് കാരണമാകുന്നത്. ലഗ്നാധിപതിനേക്കാൾ 6-ാം ഭാവത്തിലെ അധിപന് ബലമുണ്ട് എങ്കിൽ ആ ജാതകനെ എല്ലായ്പ്പോഴും ശത്രുവിനെ കൊണ്ടുള്ള ദോഷങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കും എന്നതാണ് വാസ്തവം. അനിഷ്ട ഫലദാതാവായിരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങളിലും ശത്രുദോഷം വർദ്ധിക്കുന്നു എന്നതാണ് വാസ്തവം. ഉദാഹരണം, ചൊവ്വ, ശനി, രാഹു, കേതു എന്നിവയുടെ ദശാകാലങ്ങളിൽ എതിർപ്പുകൾ നേരിടേണ്ടതായ സ്ഥിതിവിശേഷം വരാം. വാസ്തുവിദ്യ പ്രകാരമല്ലാതെ നിർമ്മിക്കപ്പെട്ട വീടുകളിൽ അതിൻ്റെ നിർമ്മാണ ദോഷത്താൽ വേണ്ടപ്പെട്ടവർ പോലും ശത്രുക്കളായി മാറുന്ന അവസ്ഥ പോലും വന്നു ചേരാം. അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് കാരണത്താലാണ് ശത്രുദോഷം ഉണ്ടാകുന്നത് എന്നിങ്ങനെ മനസ്സിലാക്കി അതിനനുസൃതമായി വേണം ദോഷപരിഹാരങ്ങൾ ഏവരും ചെയ്യുവാൻ. സുഗന്ധദ്രവ്യങ്ങൾ ഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്നതാകുന്നു. അതിലൊന്ന് കറുവ ഇലയാണ്. ഈ ഇല ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കുക മാത്രമല്ല പലതരത്തിലുള്ള ജ്യോതിഷ വാസ്തു പരിഹാരങ്ങളിലും ഉപയോഗിക്കുന്നതാകുന്നു. അതിനാൽ നിരവധിയാർന്ന ഗുണകരമായ ഫലങ്ങൾ നൽകുന്ന കറുവ ഇലയുമായി ബന്ധപ്പെട്ട ചില പ്രതിവിധികളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഈ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് വിശ്വാസമാണ്. വിശ്വാസത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ചെയ്യണം. ഒരിക്കലും പരീക്ഷിക്കാനായി അല്ലെങ്കിൽ അത് നടക്കുമോ എന്ന സംശയത്താൽ ഈ കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഫലം ലഭിക്കണം എന്നില്ല. ആ കാര്യം ആദ്യമേ മനസ്സിലാക്കുക. സാമ്പത്തിക തടസ്സങ്ങൾ നീക്കുവാൻ നിങ്ങളുടെ പുരോഗതിയിൽ തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ പോലും, അഥവാ പണത്തിന്റെ ഒഴുക്കിൽ ആവർത്തിച്ചുള്ള തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ പോലും തീർച്ചയായും ഈ പരിഹാരങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ശനിയാഴ്ചകളിലും 5 കറുവ ഇല എടുത്ത് 5 കുരുമുളക് ചേർത്ത് കത്തിക്കുക എന്ന കാര്യമാണ്. അതിന്റെ പുക വീടാകെ പരക്കട്ടെ. ഇത് നിങ്ങളുടെ വീട്ടിലെ എല്ലാ വിധത്തിലുള്ള നെഗറ്റീവായ എനർജിയെയും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾക്ക് പ്രധാനമായും കാരണമാകുന്ന ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതായ ഏതൊരു വിധത്തിലുള്ള നെഗറ്റീവ് ഊർജത്തെയും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ക്രമേണ അകന്നു പോകും എന്ന് തന്നെ പരാമർശിക്കാം. ദുസ്വപ്നങ്ങൾ പലരും കാണുന്നവരാകുന്നു. എന്നാൽ അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാതിരിക്കാൻ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ അനാവശ്യമായ വഴക്കുകൾ, തന്മൂലം വന്നു ചേർന്നിരിക്കുന്നതായ മാനസിക വ്യഥകൾക്കും പരിഹാരം കണ്ടെത്തുന്നതിനും പേടി സ്വപ്നങ്ങൾ കാണുന്നു എങ്കിൽ പോലും ഒഴിവാക്കുവാൻ സാധിക്കും. അതിനായി ചെയ്യേണ്ടത് കറുവ ഇലകൾ ഉപയോഗിച്ചുള്ള ഈ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ പ്രതിവിധി പരീക്ഷിക്കുക എന്ന കാര്യമാണ്. നിങ്ങളുടെ തലയണയ്ക്കടിയിൽ ഒരു കറുവ ഇല സൂക്ഷിക്കുക. ഈ പ്രതിവിധി ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ദുസ്വപ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ആ വീടുകളിലേക്ക് സമാധാനം, സന്തോഷം കൊണ്ടുവരുവാൻ സാധിക്കുകയും ചെയ്യും. സാമ്പത്തിക നഷ്ടത്തിന് പല വിധത്തിലും പരിഹാരം കണ്ടെത്തുവാനും, പണം നിങ്ങളുടെ കൈകളിൽ നിൽക്കുന്നില്ല എങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുവാനും സാധിക്കും. ഇടയ്ക്കിടെ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കുകയാണ് എങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ കാൽക്കൽ
ഒരു കറുവ ഇല വയ്ക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ പേഴ്സിൽ ഒരു കറുവ ഇല സൂക്ഷിക്കുക. ഇത് സമ്പത്ത് സൃഷ്ടിക്കും. എത്ര ദുരിതത്തിലാണ് എങ്കിലും കാര്യങ്ങൾ ക്രമേണ അനുകൂലമായി ഭവിക്കാവുന്നതാണ്. ഈ കാരണത്താൽ വീട്ടിൽ ഒരിക്കലും പണത്തിന് ക്ഷാമം ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. പലവിധ കാര്യങ്ങളാൽ പണം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതാണ്. പലർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാകും. ആഗ്രഹങ്ങൾ നടക്കുക എന്നത് വളരെയധികം പ്രയാസങ്ങൾ ഏറിയതാണ് എന്നതാണ് വാസ്തവം. ചില സമയങ്ങളിൽ അത്തരത്തിൽ സംഭവിക്കാം. ആഗ്രഹ സാഫല്യത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഒരു കാര്യം സംഭവിക്കാനായി അല്ലെങ്കിൽ അനുകൂലമായി ഭവിക്കുവാൻ ഇപ്രകാരം ചെയ്യുക. ആഗ്രഹിക്കുന്നതായ ആ കാര്യം ഒരു കറുവ ഇലയിൽ നിങ്ങൾ എഴുതുക. എഴുതേണ്ടത് സിന്ദൂരം കൊണ്ടാണ്. സിന്ദൂരം കൊണ്ട് എഴുതി നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ സൂക്ഷിക്കുക. ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ സഫലമാകും എന്നതാണ് വാസ്തവം. ദൃഷ്ടിദോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കാൻ നിങ്ങൾക്ക് ഇടയ്ക്കിടെ ബാധിച്ചുകൊണ്ടിരിക്കുന്നതായ കണ്ണീർ ദോഷം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നും മുക്തി നേടുവാൻ 7 കറുവ ഇല, 1 സ്പൂൺ ഉപ്പ് എന്നിവ എടുത്ത് തലയിൽ 7 തവണ ഒഴിയുക. 7 തവണ തന്നെ ഒഴിയണം. ഈ ഇലകൾ വീടിന്റെ പുറത്തിട്ടാണ് കത്തിക്കേണ്ടത്. ഒരിക്കലും അകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുപ്പിലോ ഇട്ട് കത്തിക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഈ പ്രതിവിധി നിങ്ങൾ ചെയ്യുന്നതിലൂടെ വീട്ടിൽ നിന്നും കണ്ണീർ ദോഷത്തെ നിങ്ങൾക്ക് പൂർണ്ണമായും ഒഴിവാക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതം എപ്പോഴും സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏവരും. എന്നാൽ പലവിധ പ്രശ്നങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ പ്രശ്നങ്ങൾ നീക്കുവാൻ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകളുണ്ട് എങ്കിൽ, വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായി പിരിമുറുക്കമായ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ കുറഞ്ഞത് 7 ദിവസമെങ്കിലും വൈകുന്നേരം വീട്ടിൽ 2 ഉണങ്ങിയ കറുവ ഇലകൾ കത്തിക്കുക. ഈ പ്രതിവിധി നിങ്ങൾ പിന്തുടരുന്നതിലൂടെ നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയും നിങ്ങൾക്ക് വഴക്കുകളിൽ നിന്നും അത്തരത്തിലുള്ള പങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കും എന്നതാണ് വാസ്തവം. ഇത് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതായ അനുഭവങ്ങൾ തന്നെയാണ്. കാരണം പൂർണ്ണ വിശ്വാസത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ആ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ചെയ്യേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. ഈ കാര്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ അന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് എന്ന കാര്യവും ഓർക്കുക. അടുത്തുള്ള ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക. ശേഷം ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമായി ഭവിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഫലപ്രാപ്തി വന്നു ചേരുന്നതിനും സഹായകരമായി തീരും. തുടർന്നുള്ള സമയങ്ങളിലും പ്രധാനമായും ഈ പരിഹാരങ്ങൾ ചെയ്തതിന് ശേഷവും നിങ്ങൾ തീർച്ചയായും സാധിക്കുന്നതായ അവസരങ്ങളിൽ എല്ലാം തന്നെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തീർച്ചയായും കാര്യങ്ങൾ നിങ്ങൾക്ക് വേഗം തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വന്നു ചേരും.